എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കുംഭം 14-ാം തീയതി 26/2/2026. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. വിഷ്ണു ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. തലേ ദിവസം ഉണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ്. പുതിയ പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പങ്കാളിക്ക് പ്രൊമോഷനുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സ്ഥാനമാറ്റം വളരെയധികം അനുകൂലമാകാനും അതുപോലെ ഏറ്റവും പ്രയോജനപ്രദമാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ 7.5 ശനിക്കാലമായതുകൊണ്ട് ശാസ്താക്ഷേത്ര ദർശനവും 7 പ്രദക്ഷിണവും അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥന എല്ലാത്തിനും അടിസ്ഥാനപരമായ ഗുണപ്രദമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ശാരീരിക ക്ലേശങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സിനിമ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ചില അവസരങ്ങൾ വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കുടുംബാംഗങ്ങളെക്കുറിച്ചും സന്താനങ്ങളെക്കുറിച്ചും ഉണ്ടായിരുന്ന ആകാംക്ഷയും അല്ലെങ്കിൽ ഉത്കണ്ഠയുമൊക്കെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഈശ്വരാധീനമുള്ള ഒരു ദിവസമായിരിക്കും. ധാരാളം മെച്ചപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുവാനും ധാരാളം ധനം ഉണ്ടാക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കൃഷിക്കാർക്ക് അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, മാംസാദികൾ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. ഇന്ന് പുണ്യപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നത് ഏറ്റവും അനിവാര്യമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അപ്രതീക്ഷിതമായ നിർഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാർണിംഗ് കിട്ടുവാനും മറ്റും സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിയമപാലകർക്ക് അല്ലെങ്കിൽ നിയമം കണ്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർക്ക് ചില വൈഷമ്യങ്ങൾ ഉണ്ടാകുവാനും ചില ആളുകൾക്ക് നേട്ടങ്ങളുണ്ടാകുവാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക്, പകർച്ചവ്യാധികൾ മൂലം വിഷമിക്കുന്നവർക്കൊക്കെ ആശ്വാസകരമായ ചികിത്സാ രീതികൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ പല കാര്യങ്ങളും ലഭിക്കുന്നതാണ്. പുതിയ സമ്മാനങ്ങളും ബന്ധുസമാഗമങ്ങളും ഉണ്ടാകുന്ന ദിവസമാണ്. ബന്ധുക്കളിൽ ചിലർക്ക് ചില വീഴ്ചകളോ അപകടങ്ങളോ ഒക്കെ സംഭവിക്കുന്നതുകൊണ്ട് അവരെ സഹായിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അത് നിർവഹിക്കുവാനും സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും. സിനിമ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. പുതിയ അവസരങ്ങൾ തേടി വരുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമാണ്. ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുവാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസവുമായിരിക്കും ഇന്ന്. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികളെക്കുറിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠയ്ക്ക് പരിഹാരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അകന്നുപോയി എന്ന് കരുതുന്ന ബന്ധുക്കൾ അടുത്ത് വരുവാൻ സാധ്യത കാണുന്നു. അതുപോലെ കലാകാരന്മാർക്ക് വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ കായികമായ ജോലി ചെയ്യുന്നവർക്ക്, ആയുധം കൊണ്ടുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ മുറിവ്, ചതവുകൾ സംഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. കത്തി, കഠാര ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില മംഗളകർമ്മങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചും ചില സന്തോഷകരമായ കാര്യങ്ങൾ ശ്രവിക്കുവാനും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തുടക്കം കുറിക്കുവാനും ഒക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷങ്ങൾ നേരിടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാനും സ്ഥാനഭ്രംശമുണ്ടാകാനുമൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുവാൻ സാധ്യത കാണുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് ചില നല്ല കാര്യങ്ങൾ തീരുമാനിക്കുവാനും ഉന്നത പദവിയിലേക്ക് പ്രൊമോട്ടഡ് ആകാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഉദ്യോഗസ്ഥർക്ക്. അതുകൂടാതെ പെൻഷൻ പറ്റി ജീവിക്കുന്ന വാർദ്ധക്യം നേരിടുന്ന ആളുകൾക്കൊക്കെ പുതിയ ഇൻക്രിമെൻ്റ് ലഭിക്കുവാനും അതുപോലെ ധനപരമായ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് കമിതാക്കൾക്ക് ഒക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ചില നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും മുൻപോട്ട് പോകുവാനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ബിസിനസ്സുകാർക്ക് ഇന്ന് പരാജയം നേരിടാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രതീക്ഷിച്ച രീതിയിൽ ഒരു കച്ചവടവും നടക്കാൻ സാധ്യതയില്ല. ചെറുകിട വ്യവസായികൾക്ക്, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അധികാരപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക്, ജലവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ വിപരീതമായ സാഹചര്യമാണ് അനുഭവിക്കാനുള്ളത്. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ വ്യത്യസ്തമായൊരു ദിവസമായിരിക്കും. പല കാര്യങ്ങളും തുടക്കം കുറിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കുറേ നാളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില പ്രയാസങ്ങൾക്കൊക്കെ അറുതി വരുന്ന ദിവസമായിരിക്കും. ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. അകലെ ഇരിക്കുന്ന സന്താനങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ധനസഹായം ലഭിക്കുന്ന ദിവസമായിരിക്കും. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ പങ്കാളികൾ ചതിക്കുവാനോ പങ്കാളികൾ ബിസിനസ്സിൽ നഷ്ടം വരുത്തുവാനോ ഒക്കെ ശ്രമിക്കുന്ന ദിവസമായതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അധികമായ യാത്രയോ അലച്ചിലോ പറ്റിയതല്ല. ജീവിത പങ്കാളിയുമായി നല്ല നിലയിലുള്ള ബന്ധം പുലർത്തുകയും തൊഴിലിലുള്ള പങ്കാളികളുമായി, ബിസിനസ് പങ്കാളികളുമായി പ്രശ്നമുണ്ടാകുകയോ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ വിശ്വസ്തത മൂലം, അവരോടുള്ള വിശ്വസ്തത മൂലം അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന സഹകരണം മൂലം ചില ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരുവാനും അതുമൂലം വസ്തു വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുവാനോ ഒക്കെ ഉള്ള അവസരം തെളിഞ്ഞു വരാനും സാധ്യതയുണ്ട്. ആരോഗ്യമായി മാനസികമായി പ്രയാസപ്പെട്ടിരിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ തിരക്കേറിയ ദിവസമായിരിക്കും. തിരക്ക് മൂലം അസ്വസ്ഥത ഉണ്ടാകുവാനും വളരെ ഇംപേഷ്യൻ്റ് ആകുവാനും മറ്റുള്ളവരോട് ഇറിറ്റേറ്റഡായി പെരുമാറുവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ പെരുമാറ്റമാണ് നമുക്ക് എപ്പോഴും അംഗീകാരം തരുന്നത്. വഴക്കുണ്ടാക്കാനോ ചണ്ട കൂടാനോ, പ്രത്യേകിച്ച് പ്രായം ചെന്നവരോട് വഴക്കിടുവാനോ തർക്കിക്കുവാനോ ഒന്നും ശ്രമിക്കാതെ ഇരിക്കുക. രോഗാതി ദുരിതങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസപ്രദമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക്, വാഹനങ്ങളിൽ നിന്ന് ആദായം ലഭിക്കുന്നവർക്ക്, വാഹനം കൊണ്ട് കൈകാര്യം ചെയ്ത് ഉപജീവനം നടത്തുന്നവർക്കൊക്കെ തന്നെ, ട്രാവൽ ഏജൻസി തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്കൊക്കെ തന്നെ വളരെ നല്ലൊരു ദിവസമായിരിക്കും. ലാഭം ലഭിക്കുന്ന ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരികയും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സ്ഥാനമാനങ്ങളോ ഹൈക്കുകളോ സാലറി വർധനവ് അല്ലെങ്കിൽ ശമ്പള വർധനവ് ഒക്കെ ലഭിക്കുകയും സ്നേഹമുള്ള ആളുകളിൽ നിന്ന്
ധനപരമായ സഹായം ലഭിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായും ഇതുപോലെയുള്ള അവസരങ്ങൾ തേടി വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അഭിനേതാക്കൾക്ക് അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അവസരങ്ങൾ തേടി വരുന്ന ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളിൽ ചിലർക്ക് ചില അസുഖങ്ങളുമൊക്കെ താൽക്കാലിക അസുഖങ്ങളുമൊക്കെ വരുന്ന പോലെ ചെറിയ മനപ്രയാസമൊക്കെ ഉണ്ടാകുന്ന ഒഴിച്ചാൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കുമെങ്കിലും ചില മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള വെള്ളം, ഭക്ഷണമൊക്കെ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. പുറത്തു നിന്നുള്ള ജലത്തിൽ നിന്ന് മഞ്ഞ നോവ് പോലെയുള്ള അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ സംഭവിക്കുവാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പുറത്തു നിന്നുള്ള വെള്ളം ഒഴിവാക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണവും ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചെന്ന് വരാം. വിദേശത്തെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങളുമായി കൂടിച്ചേർന്ന് പുതിയ ഒരു സംരംഭം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ കൂടിയാലോചനകൾ നടത്തി പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുവാനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. വാഹനം വാങ്ങാനോ വിൽക്കാനോ നിശ്ചയിച്ചിരിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം തെളിഞ്ഞു വരുന്നു. അതുകൂടാതെ കെട്ടിട നിർമ്മാണത്തിന് ഒരുങ്ങുന്നവർക്ക്, കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുവാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ്. ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും ശത്രുക്കൾ മൂലം അല്ലെങ്കിൽ ശത്രുത മൂലം ചില ആപത്തുകൾ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതിർ തർക്കത്തിലേക്ക് വരെ കടക്കാനായിട്ട് സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ വസ്തു സംബന്ധമായി വന്നേക്കാൻ സാധ്യതയുണ്ട്. ആത്മസംയമനം പാലിക്കുകയും ശാന്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ബന്ധുമിത്രാദികളിൽ ചിലർ വളരെയധികം കോപിക്കുകയും നമ്മളോട് വളരെയധികം മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവരോട് തർക്കിക്കാനോ വഴക്കിടാനോ പോകാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ദീർഘനാളുകളായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്നതിന് സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളും തടസ്സം വരുന്നതായി കാണുന്നു. കമിതാക്കൾക്ക് ഏറ്റവും വിപരീതമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. നിശ്ചയിച്ച വിവാഹം തന്നെ മുടങ്ങിപ്പോകുന്ന രീതിയിലുള്ള ചില പരിവർത്തനങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക് അനുകൂലമായ കാര്യമാണ്. എന്നാൽ വിദേശത്തുള്ള ബന്ധുവിൻ്റെ ജോലിയിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടും മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായൊരു ദിവസമായിരിക്കുമെന്ന്. തീർച്ചയായും ഈശ്വര പ്രാർത്ഥനയിലോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം നിറഞ്ഞ പല അനുഭവങ്ങളും ഉണ്ടാകാം. പുതിയ പഠനത്തിലേർപ്പെടുകയും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഇതിന് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അതുകൂടാതെ പുതിയ പഠനത്തിൽ നിന്ന് പുതിയ ലാഭങ്ങൾ കൊയ്യുവാനുള്ള ഒരവസരം ലഭിക്കാനും സാധ്യതയുണ്ട്. വസ്ത്രം അല്ലെങ്കിൽ ആഭരണങ്ങൾ ഒക്കെ വാങ്ങുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ വസ്ത്രം ദാനം ചെയ്യുവാനും പറ്റിയ ഒരു ദിവസമാണ് ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്തട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാമെങ്കിലും സ്വന്തം വാക്കുകൾ കൊണ്ടോ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് മൂലം ചില വിപരീതമായ മാനസിക പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നതാണ്. സ്വന്തക്കാരെ വെറുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. കാരണം 7.5 ശനിയുടെ ജന്മശനി നടക്കുകയാണ്. സ്വന്തം ആൾക്കാരുമായിട്ടും മുതിർന്നവരുമായിട്ടും വാക്ക് തർക്കത്തിലേർപ്പെടാനും അതുമൂലം ഒരു സമൂഹം തന്നെ നമ്മളോട് ഇടഞ്ഞു നിൽക്കാനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. വാക്കിൽ ജയിക്കുന്നവൻ തത്വത്തിൽ പരാജയപ്പെടുന്നവനാണ്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ആരെയും മുറിവേൽപ്പിക്കാതെയോ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുക.
ഭക്ഷണ സംബന്ധമായ ചില കാര്യങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കാത്തത് മൂലം അസിഡിറ്റി മൂലം വയറിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം മൂലവും വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമായിട്ട് സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകളിൽ വളരെ ശ്രദ്ധിക്കുക. കൂട്ടാളികൾ ചതിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ മദ്യപാനം ശീലമാക്കിയിട്ടുള്ളവരൊക്കെ അത് ഉപേക്ഷിക്കേണ്ടതാണ്, പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതാണ്. അത് ഇന്നത്തെ ദിവസം ചില കലഹങ്ങൾ ഉണ്ടാകുവാനും പോലീസ് കേസ് വരെ വന്ന് സംഭവിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വർദ്ധിപ്പിക്കുവാനോ ഒക്കെ നല്ലൊരു ദിവസമായിരിക്കും. സാമൂഹ്യ സേവനം നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ നന്നായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ.